പിന്നെ സങ്കടത്തോടെ പടികളിറങ്ങി താഴേക്ക് നടന്നു. ആഹാ, രണ്ടാൾക്കും എന്താ ഇത്രയും സംസാരിക്കാൻ? ഗൗതത്തിന്റെ അമ്മയാണെന്ന് തോന്നുന്ന സ്ത്രീ പല്ലവിയുടെ കൈകളിൽ പിടിച്ചു. പല്ലവി അവർക്ക് നേരെ ഒരു കൃത്രിമ ചിരി വരുത്തി തീർത്തു. അപ്പൊ പ്രകാശ, മോളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ബാക്കിയെല്ലാം മുറപ്രകാരം നോക്കാം അല്ലേ? ഗൗതത്തിന്റെ അച്ഛൻ പല്ലവിയുടെ അച്ഛനോട് കാര്യഗൗരവത്തിൽ പറഞ്ഞു. ജാതകമെല്ലാം ഒത്ത സ്ഥിതിക്ക് കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന ദിവസം തന്നെ നമുക്ക് കല്യാണം നടത്തിക്കളയാം. നല്ലൊരു മുഹൂർത്തം കുറിച്ചു തരാൻ ഞാൻ ജയൻ തിരുമേനിയോട് പറയാം. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോൾ പല്ലവിക്ക് വലിയ സങ്കടം വന്നു. എന്നോടെന്താ ആരുമൊന്നും ചോദിക്കാത്തത്? അവൾ ഉള്ളിൽ ചിന്തിച്ചു. മോൾക്ക് 2 മാസം കഴിഞ്ഞാൽ 18 തികയും. അച്ഛൻ വീണ്ടും തുടർന്നു. ഈ അച്ഛന് നാണമാവില്ലേ ഇത്ര ചെറിയ കുട്ടിയായി എന്നെ കല്യാണം കഴിപ്പിക്കാൻ? പല്ലവി സ്വയം ചോദിച്ചു. ആഹാ, ഗൗതം മോന് അടുത്ത മാസം 21 തികയും. അപ്പൊ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞിട്ടുള്ള നല്ല മുഹൂർത്തം നോക്കാൻ പറയാം. എന്നാൽ അങ്ങനെയാകട്ടെ. ഇരു അച്ഛന്മാരും കൈകൊടുത്തുകൊണ്ട് സംസാരമുറപ്പിച്ചു. അമ്മ. അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയ ഉടനെ പല്ലവി അലറി വിളിച്ചു. എന്താ പെണ്ണേ ഇങ്ങനെ ഒച്ചയിട്ട് ആളുകളെ പേടിപ്പിക്കുന്നത്? അമ്മ കണ്ണുരുട്ടിയപ്പോൾ പല്ലവി ഒന്ന് പുച്ഛിച്ചു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. ഞാൻ ആരെയും കെട്ടില്ല. നിങ്ങൾ ആരോട് ചോദിച്ചാ ഈ കല്യാണത്തിന് സമ്മതം പറഞ്ഞത്? എനിക്ക് സമ്മതമല്ല, സമ്മതമല്ല, സമ്മതമല്ല. അലറി വിളിച്ച് തിരിഞ്ഞതും പിന്നിൽ ഗൗരവത്തോടെ നിൽക്കുന്ന അച്ഛനെ കണ്ട് പല്ലവി അറിയാതെ ഉമിനീരിറക്കിപ്പോയി. അച്ഛാ, ചെക്കനെ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി, നല്ല ഏട്ടനാ എന്ന് പറയുകയായിരുന്നു ഞാൻ. പതുക്കെ വാക്കുമാറ്റി പല്ലവി അവിടെ നിന്ന് മുറിയിലേക്ക് എസ്കേപ്പ് അടിച്ചു.